ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. ക്രിസ്തുവിൽ ഉള്ളൊരു മനുഷ്യൻ, മഹാനായ പൗലോസ്, ഭാഗം 232. കൊലോസ്യ സഭയിൽ നുഴഞ്ഞു കയറിയ ഉപദേഷ്ടന്മാരെ, പ്രത്യേക നോസിസ്റ്റ് ചിന്താഗതിക്കാരെ ശക്തിയായി എതിർക്കുക, വിശ്വാസികൾക്ക് ആവശ്യമായതെല്ലാം ക്രിസ്തുവിലുണ്ടെന്ന് വ്യക്തമാക്കി കൊടുക്കുക, ഇതായിരുന്നു ഇതിൻ്റെ ലക്ഷ്യം. ജ്ഞാനവാദികൾ എന്നറിയപ്പെടുന്ന നോസിസ്റ്റ് എന്ന ഗ്രീക്ക് വാക്കിൽ നിന്നാണ് ഈ വാക്കുണ്ടായത്. ഒരാൾക്ക് മുക്തി ലഭിക്കണമെങ്കിൽ അയാൾക്ക് വിശേഷതരമായ ജ്ഞാനം ഉണ്ടായിരിക്കണമെന്ന് അവർ പഠിപ്പിച്ചു. മാത്രമല്ല, ശരീരം മിഥ്യയും ആത്മാവ് നിത്യവുമായതിനാൽ ശരീരത്തിൻ്റെ സംതൃപ്തിക്ക് വേണ്ടി എന്തെല്ലാം ചെയ്താലും അതൊന്നും ആത്മാവിനെയോ മുക്തിയെയോ ബാധിക്കുകയില്ല എന്ന് അവർ പഠിപ്പിച്ചു. യേശു ഒരു സാധാരണ മനുഷ്യൻ മാത്രമായിരുന്നു എന്നും യേശുവിൻ്റെ സ്നാനസമയത്ത് ക്രിസ്തു ഒരു പ്രാവ് പോലെ അവൻ്റെ മേൽ ആവസിക്കുകയായിരുന്നു എന്നും യേശുവിൻ്റെ ക്രൂശീകരണത്തോടെ ക്രിസ്തു യേശുവിന് വിട്ട് പോവുകയും യേശു എന്ന മനുഷ്യൻ മരിക്കുകയും ചെയ്തു എന്ന ദുരുപദേശമാണ് ഇവർ പ്രധാനമായി പഠിപ്പിച്ചത്. നോക്കൂ, അപ്പോസ്തലപ്രവൃത്തി 8:18 പറയുന്ന മന്ത്രവാദിയായ ശമരിയിലെ ശിമോനാണ് ഇതിൻ്റെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നുണ്ട്. ഇത് കൂടാതെ 4 തത്വചിന്തകൾ ക്രിസ്തുവിൻ്റെ കാലത്തുണ്ടായിരുന്നു. അവ കൂടി നമുക്ക് നോക്കാം. അതിലൊന്നാണ് പ്ലേറ്റോണിസം. ഗ്രീക്ക് തത്വജ്ഞാനിയായിരുന്ന പ്ലേറ്റോ ആണ് ഇതിൻ്റെ ഉപജ്ഞാതാവ്. ഗ്രീക്ക് തത്വജ്ഞാനിയായിരുന്ന സോക്രട്ടീസിൻ്റെ ശിഷ്യൻ. ഭൗതിക പ്രപഞ്ചം ആത്മപ്രപഞ്ചത്തിൻ്റെ നിഴൽ മാത്രമാണ്. പാപം അജ്ഞതയാണ്, ജ്ഞാനം മുക്തിയാണ്. പരമമായ ജ്ഞാനത്തെ അന്വേഷിച്ചാൽ മിഥ്യാലോകത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിക്കാം എന്നിങ്ങനെ ഇവരുടെ പഠിപ്പിക്കലുകൾ സാധാരണക്കാരനെ മനസ്സിലാക്കുവാൻ ബുദ്ധിമുട്ടായതിനാൽ ഇതിന് അനുയായികൾ കുറഞ്ഞു വന്നു. ഭാരതത്തിലെ അദ്വൈത ദർശനത്തോട് ഇതിന് സാമ്യമുണ്ട്. ക്രിസ്തീയ ഉപദേശങ്ങൾക്കെതിരായി ഉയർന്നു വന്ന ഒരു തത്വചിന്തയാണ് ഈ പ്ലേറ്റോണിസം. മാത്രമല്ല, 4-ാം നൂറ്റാണ്ട് മുതൽ ക്രിസ്തീയ സഭയിലും ഇതിന് സ്വാധീനമുണ്ടായിരുന്നു എന്നുള്ളതുകൂടി കാണുക. അതിൻ്റെ ഫലമായി സർവരക്ഷാവാദം എന്നുള്ളത്, എല്ലാവർക്കും രക്ഷയുണ്ട് എന്ന ഒരു ഉപദേശം, അതായത് ദുരുപദേശം ഇങ്ങനെ ഉണ്ടായി വന്നു. അതിൻ്റെ ആധുനിക രൂപമാണ് ലിബറൽ ദൈവശാസ്ത്രം എന്നത്. മറ്റൊന്നാണ് എപ്പിക്കൂറസ് എന്ന ആൾ വഴി ഉണ്ടായ എപ്പിക്കൂറിയനിസം. ഈ ആശയത്തിൻ്റെ പിതാവ് BC 341 മുതൽ 270 കാലഘട്ടത്തിലായിരുന്നു. പരമാണുക്കളുടെ ക്രമരഹിതവും യാദൃച്ഛികവുമായ ചലനങ്ങൾക്കിടയിലും രൂപപ്പെട്ടതാണ് ഈ പ്രപഞ്ചം എന്ന് അദ്ദേഹം വിശ്വസിച്ചു. ഇവിടെ സുഖങ്ങൾക്ക് മാത്രമേ പ്രസക്തിയുള്ളൂ എന്നും തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക എന്നുമായിരുന്നു ഇവരുടെ ആശയം. അപ്പോസ്തലപ്രവൃത്തി 17:18 എപ്പിക്യൂര്യരും സ്ത്രോയിക്കരുമായ തത്വജ്ഞാനികളിൽ ചിലർ പൗലോസിനോട് വാദിച്ചു എന്നിവിടെ കാണുന്നുണ്ട്. ആഡംബരപൂർവമായ ഭൗതിക സുഖങ്ങളിൽ മുഴുകി ജീവിക്കുക എന്നതായിരുന്നു ഇവരുടെ ലക്ഷ്യം. ഒരു മരണാനന്തര ജീവിതത്തിൽ അവർ വിശ്വസിച്ചു വന്നിരുന്നില്ല. മരണത്തോടെ എല്ലാം അവസാനിക്കുന്നു എന്നവർ പഠിപ്പിക്കുകയും ചിന്തിക്കുകയും ചെയ്തു. അതുപോലെ മറ്റൊന്നാണ് സ്റ്റോയിസം, സ്റ്റോയിക് തത്വചിന്ത. കുപ്രോസ് ദ്വീപുകാരനായ സീനോ ആണ് ഇതിൻ്റെ സ്ഥാപകൻ. പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്ന പരമമായ യുക്തി, അതായത് ഇതിൻ്റെ കാരണം, അതുമാത്രമാണ് ഈശ്വരൻ, അല്ലാതെ വ്യക്തിയല്ല എന്ന് അവർ പഠിപ്പിച്ചു വന്നു. ഈ കൂട്ടർ സകലതും യുക്തിക്ക് അടിസ്ഥാനപ്പെട്ട് മാത്രമേ ചിന്തിച്ച് വന്നിരുന്നുള്ളൂ. ഒരാളെ സഹായിക്കുന്നത് സ്നേഹം എന്ന വികാരം കൊണ്ടല്ല, പ്രത്യുത സഹായിക്കുക എന്നുള്ള സാധാരണ തത്വമെന്ന യുക്തി കൊണ്ടാണെന്ന് പഠിപ്പിച്ചു. എല്ലാ നിലയിലും ക്രിസ്തീയ ആശയത്തിൽ നിന്നും അകലെയായിരുന്നു ഇവർ. ദൈവമോ സൃഷ്ടാവോ ആത്മരക്ഷയോ ഇല്ല എന്ന ദുരുപദേശം ഇവർ പഠിപ്പിച്ചു. ലോകം തീയിൽ നിന്നും ഉത്ഭവിച്ചതാണെന്നും അത് തീയിലേക്ക് മടങ്ങിച്ചേരുമെന്നും ഇവർ വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തു വന്നു. ഒടുവിൽ 5-ാമത്തേതാണ് ഡോസറ്റിസം. അതായത് ഈ സിസ്റ്റത്തിൻ്റെ പഠിപ്പിക്കലുകൾ ക്രിസ്തുവിൻ്റെ ശരീരം യഥാർത്ഥമല്ലെന്നും ഒരു മായക്കാഴ്ച മാത്രമായിരുന്നു എന്നും അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ പീഡാനുഭവങ്ങളും മായയായിരുന്നു എന്നും ഇവർ പഠിപ്പിച്ചു വന്നു. ഇവർ ജനത്തെ യഹൂദ മതത്തിലേക്ക് ആകർഷിക്കുവാനും ശ്രമിച്ചു. സെറിന്തിസ് എന്ന യഹൂദനാണ് ഇതിൻ്റെ ഉപജ്ഞാതാവ്. അതുകൊണ്ട് ഈ ഡോസറ്റിസം സെറിന്തിനിസം എന്ന പേരിലും അറിയപ്പെട്ടു. ക്രിസ്തുവിൻ്റെ കാലത്തുണ്ടായിരുന്ന 5 തത്വചിന്തകൾ ഇതായിരുന്നു.